അയ്യോ മാഡം, നമുക്കിവിടെ റീഫണ്ട് പോളിസി ഇല്ലല്ലോ. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് വില്ലിങ് ആയേനെ. ഹലോ എവരിവൺ, വെൽക്കം ടു സൈക്കോളജി ആൻഡ് ലൈഫ് ബൈ കാവേരി. ഞാൻ കാവേരി എസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്കിനെ കുറിച്ചാണ്. നമ്മൾ പലരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മുടെ റിലേഷൻഷിപ്സിൽ ബൗണ്ടറീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോ പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അത്തരത്തിൽ ടോക്സിക് ട്രൈറ്റ്സ് ഉള്ള ആളുകളുടെ കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്താൽ പോലും അവർ ആ ബൗണ്ടറി റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ് ദ ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയായിട്ട് ഒരു ആർഗ്യുമെന്റിൽ ഏർപ്പെടാതെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഇമോഷണൽ റിയാക്ഷൻ കൊടുക്കാതെ ഫേം ആയിട്ടും കാം ആയിട്ടും നമ്മുടെ ഒപ്പീനിയൻ എന്താണോ അത് റിപ്പീറ്റഡ്ലി പറയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ കോണ്ടം ഇല്ലാതെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്നു. പക്ഷെ നിങ്ങൾക്കത് കൺവീനിയന്റ് അല്ല, അതിന്റെ കോൺസിക്വൻസസ് നിങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വരിക, നിങ്ങൾ അതിന് റെഡി അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോ പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അവരോട് പറയാം, എനിക്ക് കോണ്ടം ഇല്ലാതെ സെക്സിൽ ഏർപ്പെടാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ബൗണ്ടറി വളരെ പൊളൈറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിനുശേഷം അവർ പല രീതിയിലും ചിലപ്പോൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാം. നമ്മളോട് ആർഗ്യൂ ചെയ്യുന്നതിലൂടെയോ നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്യുന്നതിലൂടെയോ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതിലൂടെയോ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ കാര്യം സാധിക്കാൻ, അവർ ആഗ്രഹിക്കുന്നത് സാധിക്കാനായിട്ട് അവർ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് വേണ്ടിയല്ലേ, ഞാൻ എല്ലാം ടേക്ക് കെയർ ചെയ്തോളാം, ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പില്ല് കഴിച്ചാലും മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, ഞാൻ ഇമീഡിയറ്റ്ലി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു തന്നോളാം. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവർ പറയാം. അല്ലെങ്കിൽ എന്തിനാ നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നത്, എന്തിനാ നീ കടുംപിടുത്തം പിടിക്കുന്നത്, ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ, ഇതൊക്കെ ഇങ്ങനെ ആനക്കാര്യമായിട്ട് കരുതേണ്ട ആവശ്യമുണ്ടോ, ഈ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞ് അവര് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ആ സമയത്ത് ഓരോന്നിനും നമ്മൾ ഉത്തരം കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണലി എക്സോസ്റ്റഡ് ആവും. നമുക്ക് നമ്മുടെ ബൗണ്ടറീസ്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ബൗണ്ടറി ഫേം ആയിട്ട് അവിടെ തന്നെ കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുമില്ല. അപ്പൊ ഈ സ്റ്റേറ്റിൽ നമ്മൾ ആദ്യം നമ്മുടെ ബൗണ്ടറി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാനല്ലേ, എനിക്ക് വേണ്ടിയല്ലേ എന്നാണ് അവർ ചോദിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായി, പക്ഷെ എനിക്ക് കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരു തവണ റിപ്പീറ്റ് ചെയ്ത് കാര്യം പറയുന്നു. അപ്പൊ അവര് വീണ്ടും പറയാൻ, നീ എന്തിനാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്, നീ ഓവർ റിയാക്ട് ചെയ്യാണ്, ഇതിന് ഇത്രയൊക്കെ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ, ഇത് ഇത്ര വലിയ ആന കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് മറുപടി പറയാതെ നമ്മൾ പറയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഫീൽ ചെയ്യുന്നത്, പക്ഷെ ഞാൻ ഒരു കോണ്ടം ഇല്ലാതെ സെക്സിൽ ഇൻവോൾവ് ആവില്ല. പിന്നെ അവർ പറയണം, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരിക്കാം, പക്ഷെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്, എനിക്ക് കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് വില്ലിങ് ആയേനെ, നിനക്ക് എന്നെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇതിന് വില്ലിങ് ആയേനെ. അപ്പൊ ഇവിടെ നമുക്ക് പറയാം, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ചിന്തിക്കുന്നത്, പക്ഷെ ഞാൻ കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്യാനായിട്ട് തയ്യാറല്ല. അപ്പൊ നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക് എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജി കൂടുതലായിട്ടും സെയിൽസിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടയിൽ പോയി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോഴാണ് അതിന് കംപ്ലൈന്റ് ഉണ്ട്, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പൊ നമ്മൾ ഷോപ്പിൽ ചെന്നൊരു റീഫണ്ട് ആവശ്യപ്പെടുമ്പോഴേക്കും ഡെസ്കിലുള്ള ആളുകൾ പൊതുവെ ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവർ പറയും, അയ്യോ മാഡം, നമുക്കിവിടെ റീഫണ്ട് പോളിസി ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ വീണ്ടും പറയാതെ എങ്ങനെ ശരിയാവുക, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് അല്ലേ, അപ്പൊ ഇത് ഡാമേജ് ആയ നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്തായിരിക്കും പറയാം, മാഡത്തിന്റെ കൺസേൺ ഞങ്ങൾക്ക് മനസ്സിലായി, മാഡം പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ നമുക്കിവിടെ റീഫണ്ട് പോളിസി ഇല്ല. വീണ്ടും രണ്ടാമത് അവർ ആ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ മൂന്നാമത് നമ്മൾ പറയും, ഞാൻ ഇവിടുത്തെ പൈസ കൊടുത്തിട്ടല്ലേ ഒരു സാധനം വാങ്ങിച്ചത്, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, ഇതിന് റീഫണ്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്, നിങ്ങൾ എന്താണ് ആളെ പറ്റിക്കാൻ ഇരിക്കുകയാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാം. അപ്പൊ അവർ പറയും, മാഡം പറയുന്നത് ശരിയായിരിക്കാം, മാഡത്തിന്റെ കൺസേൺ ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ നമുക്കിവിടെ റീഫണ്ട് പോളിസി ഇല്ല. മൂന്നാമത്തെ പ്രാവശ്യം ഇവരിത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. പക്ഷെ 3 തവണയും ഇവര് റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നില്ല. കാരണം നമ്മൾ എത്ര തവണ പറഞ്ഞാലും അവർ റീഫണ്ട് പോളിസി ഇല്ല എന്ന് തന്നെയാണ്
തന്നെയാണല്ലോ പറയുന്നത് അവർ. ഈ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉപയോഗിക്കുന്നത്. ഒരാള് നമ്മുടെ ബൗണ്ടറി റെസ്പെക്ട് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷനിൽ അവർ പറയുന്ന ആർഗ്യുമെന്റ്സിന് കൗണ്ടർ ആർഗ്യുമെന്റ്സ് പറയാതെ നമ്മൾ പറയാ, എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. വീണ്ടും അവർ പറയുകയാണെങ്കിൽ നമ്മൾ പറയും ശരിയായിരിക്കാം, പക്ഷേ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അവർ പറയുമ്പോൾ നമ്മൾ പറയാം നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം ഫീൽ ചെയ്യുന്നത്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആ അഭിപ്രായത്തോട് യോജിപ്പോ വിയോജിപ്പോ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഭാഗം എനിക്ക് മനസ്സിലായി, ഐ അണ്ടർസ്റ്റാൻഡ്, പക്ഷേ എന്റെ ആവശ്യം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ആവശ്യം സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ മറ്റേ എന്തെല്ലാം ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെച്ചിട്ടും കാര്യമില്ല, ഇവർ ഇത് തന്നെ പറയുള്ളൂ എന്ന് മനസ്സിലാക്കുകയും അവർ നമ്മുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബ്രോക്കൺ റെക്കോർഡ് ഉപയോഗിച്ചിട്ടും അവർ നമ്മുടെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുന്നില്ല, അവർ ഫിസിക്കൽ ഫോഴ്സിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു അബ്യൂസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പൊ അതിന് എന്ത് കോൺസിക്വൻസ് കൊടുക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇത്തരം സിറ്റുവേഷൻസിൽ ഒറ്റയ്ക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിലോ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കാവുന്നതാണ്. അതുകൂടാതെ എങ്ങനെയാണ് റിലേഷൻഷിപ്പിൽ ഹെൽത്തി ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഒരു വെബിനാർ സീരീസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് പെയ്ഡ് വെബിനാർ ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.